എ പി തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഇപ്പൊ നിങ്ങൾ എ പിന്റെ ആൾക്കാരായില്ലേ? ഇപ്പൊ എ പി അങ്ങോട്ട് പോകില്ല. എ പിക്കാർ ലക്ഷ്യം അത്രേ ഉള്ളൂ. ഞങ്ങൾക്കും അത്രേ ഉള്ളൂ. ലീഗേര് സമസ്തക്കെതിരെ സുന്നികൾക്കെതിരെ പറയരുത്, അതിന്റെ അപ്പുറം ഒന്നുമില്ല. എ പിക്കാർ എന്താണ് ഉദ്ദേശിച്ചത് അത് എ പിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഓല ആഗ്രഹം എന്താണ്, ലീഗുകാർ ഇങ്ങോട്ട് വരുത്തും എന്നുള്ളതായിരുന്നു. ലീഗ് പാണ്ട് തേടിപ്പോയില്ലേ? അത് ആ രാഷ്ട്രീയത്തിൽ വിജയപരാജയമല്ല, ലീഗിൽ അങ്ങോട്ട് പോയോ ഇല്ല അത് പറയും. നിങ്ങൾ കാന്തപുരത്തിനെതിരെ എന്തൊക്കെ പറഞ്ഞു നടന്നു, ഇന്ന് നിങ്ങൾ പിന്നെ അങ്ങോട്ട് പോവില്ലേ? അതേ സമസ്തക്കാർക്ക് അന്നും ഇന്നും ഒരൊറ്റ നിലപാടുള്ളൂ. സമസ്തയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ശേഖരിക്കുന്നു അതിന് കൂടെ നിൽക്കും. സമസ്ത നേതൃത്വം ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കും. എന്താണ് തെറ്റ്? സമസ്തക്കാരനാണോ അവൻ ലീഗുകാരനാവണം എന്ന് സമസ്ത പറഞ്ഞിട്ടില്ല. അവൻ സമസ്തനെ അനുസരിക്കണം എന്ന് സമസ്ത പണ്ടേ പറയും. 89 ഞങ്ങൾ സമസ്തനെ അനുസരിച്ചു, ഇന്നും ഞങ്ങൾ സമസ്തനെ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. 89 മുമ്പത്തെ ചരിത്രം മൊത്തം ഒന്ന് പഠിക്കുക. അതുവരെ സമസ്ത മുസ്ലിം തമ്മിൽ ഒരുപാട് ഇന്ന് നടക്കുന്ന അതേപോലെ തന്നെ സമസ്തന്റെ ആലിമ ഒരുപാട് മുസ്ലിം നേതാക്കളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് മഹാനായ ശംസുലമന്റെ പഴയക്കാലത്ത് പ്രസംഗമൊക്കെ എടുത്ത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. 60-ാം വർഷത്തിൽ അടക്കം അതുമായി ബന്ധപ്പെട്ട് ശംസുലമ സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്ത് സംഭവിച്ചത്? അങ്ങനെ ഒരു വിഭാഗം സമസ്ത ഉണ്ടായി തീർന്നു. എന്ത് കാരണം? ലീഗിന്റെ കളികൾ കൊണ്ട് ലീഗിനെതിരെ ടീം ഉണ്ടായി തീർന്നു. ആ ടീം എന്തായി? സുന്നി സമ്മേളനം വെക്കാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ വേറെ ടീം വേറെ സമ്മേളനം ഉണ്ടാക്കി. അപ്പൊ രണ്ട് വിഭാഗമായല്ലോ. അതിൽ മഹാനായ ശംസുലമ അടക്കമുള്ള നേതാക്കന്മാർ രണ്ട് കൂട്ടരും വിളിച്ചിട്ട് ഒറ്റ സമ്മേളനം മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു കൂട്ടർ മാറിന്നു. ഒരു മര്യാദ കാണിച്ചു, സ്വാഭാവികല്ലേ? സമസ്ത പറഞ്ഞാൽ അനുസരിക്കണം. കാന്തപുരം വിഭാഗം എന്ത് ചെയ്തു? അന്ന് അനുസരിക്കാതെ ഒരു സമ്മേളനം വെച്ചു, സംഘടന വിരുദ്ധ പ്രവർത്തനം നടത്തി. അതോടുകൂടെ അതുവരെയുള്ള ചരിത്രമൊക്കെ മാറിയിട്ട് പിന്നെ എ പിക്കെതിരെ പ്രതിരോധിക്കേണ്ടി വന്നു സമസ്തക്ക് എന്നുള്ളതാണ്. പിന്നെ സമസ്ത ലീഗ് പ്രശ്നം എ പി ഇ കെ പ്രശ്നമായിക്കാണ് മാറി. നാട്ടിൽ മൊത്തം കിട്ടിയ അവസരം ലീഗുകാർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അതാണ് നടന്നത്. ഇന്നും ലീഗ് എന്താ ചെയ്യേണ്ടത്? ഇന്നും ലീഗ് സമസ്തക്കാരെ അടിയിൽ നിന്നിട്ട് ഇങ്ങനെ കളിക്കുന്നല്ലേ? ഇപ്പൊ ഉമർ ഫൈസൽ മുക്കത്തിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ പറയല്ലേ? ഹമീദ് ഫൈസിനെ പുറത്താക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിക്കൽ. നിങ്ങൾ ആവശ്യം എന്താണ്? സമസ്തന്റെ കൂടെ അടിയുറച്ച് നിൽക്കേണ്ട ആലിമ്യങ്ങളെ സമസ്തയിൽ നിന്ന് പുറത്താക്കുക, അയാളുടെ കളികൾ കളിക്കുക. എ പിനെ ശരിക്കും സമസ്ത പുറത്താക്കിയതല്ല, എ പി അനുസരിക്കാതെ പുറത്തു പോയതാണ്. സ്വാഭാവികമായിട്ടും പുറത്തു പോകുമ്പോൾ എന്ത് ചെയ്യും? അയാളെ പുറത്താക്കേണ്ടി വരും സംഘടനാപരമായിട്ട്. അങ്ങനെ പോകാൻ പാടില്ല. ഇവിടെ നിന്ന് പ്രതിരോധിക്കണം എന്ന് നേതൃത്വം പറഞ്ഞാൽ അനുസരിക്കണം. നേതൃത്വം പറയുമ്പോൾ അടങ്ങണം. നേതൃത്വം പറയുമ്പോൾ ഒരുങ്ങണം. ഒരിക്കലും സമസ്തക്കെതിരെ ആരും പറയരുത്. എത്ര വലിയ സുന്നിയായാലും അത് വലിയ തെറ്റാണ്. സമസ്ത ഉണ്ടാക്കിയത് മുതൽ സമസ്തക്കെതിരെ എല്ലാവരും കളിക്കുന്നുണ്ട്. അത് വഹാബികളുണ്ട്, കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അവർക്കെതിരെ സമസ്തന്റെ ആളുകളെ എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ലീഗിനെതിരെ വരുമ്പോൾ നിങ്ങൾ പ്രതികരിക്കേണ്ട പോലെ തന്നെ സമസ്തക്കെതിരെ വരുമ്പോൾ സമസ്തക്കാർ പ്രതികരിക്കും. അതിനൊരു നാട്ട് ഒറ്റപ്പെട്ടാലും ആ സമസ്തക്കാരൻ അത് പറയും. സമസ്തക്കാരന് ഏറ്റവും കൂടുതൽ സമസ്ത തന്നെയാണ്. ലീഗുള്ള പോലെ ലീഗ് ഇവിടെ തീരും, സമസ്ത ഇവിടെ തീരൂല. സമസ്ത ആക്രത്തിലേക്കുള്ളതാണ്. ഒരു സമസ്തക്കാരൻ ഏത് രാഷ്ട്രീയ കൂടെ നിന്നാലും ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ പറഞ്ഞാലും അവന്റെ നാവെന്ന് സുന്നിയാണെങ്കിൽ അവൻ സമസ്തക്കാരനാണെങ്കിൽ ആ സമസ്തക്കിന് സംശയിക്കേണ്ട ആവശ്യം വരൂല. രാഷ്ട്രീയം പുറത്ത് ആർക്കും പറയാ, സമസ്തക്കെതിരെ പറയേ ചെയ്യരുത്, അത്രേ ഉള്ളൂ. സമസ്ത അള്ളാഹുവിന്റെ ദീനിന്റെ നേരെ രൂപം തന്നെ. അത് ഞാൻ ആര് പറഞ്ഞു? സമസ്തക്കാരൻ അത് മനസ്സിലാവും. അത് മനസ്സിലാണെങ്കിൽ എന്ത് വേണം? ഫുട്ബോൾ ഭ്രാന്ത്, സിനിമാ ഭ്രാന്ത്, അതുപോലെ പല വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതൊന്നും ഇല്ലാതെ നമ്മൾ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാവും. പിന്നെ മാതാപിതാക്കളുടെ ബഹുമാനമൊക്കെ ശ്രദ്ധിക്കാണ്ട് സിഗരറ്റ് വലിക്കുന്നതിനെ പോയി ശരിക്കും സമസ്തം തീരും. എൻ്റെ അഭിപ്രായം പറയട്ടാ, ഏതെങ്കിലും മഹാന്മാർ വലിച്ചോ ഇല്ലെന്നല്ല ഞാൻ പറയേണ്ടത്. സിഗരറ്റ് വലിച്ചാൽ പോലും ഒരു സാധാരണക്കാരൻ ഒരാൾക്ക് സമസ്തം തിരിയൂല. അതുപോലും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങുന്ന വേണം. അതൊരു സത്യമാണ്. പലിശയുമായി ഇടപാട് നടത്തുന്ന ഒരാൾക്ക് സമസ്ത എന്താണെന്ന് തിരിയൂല. സമസ്തക്കാരെ ബന്ധപ്പെട്ട് നടക്കുക. ഞാൻ സമസ്തക്കാരൻ എന്ന് പറയാം. സമസ്ത എന്ന് പറഞ്ഞ സംഗതിക്ക് ഉള്ളിലൊരു സംഗതി ഉണ്ട്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? വഹാബി നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വഹാബിയും സുന്നിയും തമ്മിലുള്ള വ്യത്യാസം മൺമറഞ്ഞ മഹാന്മാരുടെ സാന്നിധ്യം ഉണ്ട് എന്ന് സുന്നികൾ വിശ്വസിക്കുന്നു, അത് അനുഭവിക്കുന്നു. വഹാബിക്ക് ആ അനുഭവമില്ല, അവർക്ക് വിശ്വാസമില്ല. അതാണ് വ്യത്യാസം. അപ്പൊ സമസ്തയോട് എന്തുണ്ട്? ആ അനുഭവ ബോധ്യം മഹാനായ ശംസുലമ അടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു സമസ്തക്കാരന് കിട്ടും. അത് സത്യമാണ്, അത് ഇന്നുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ സമസ്തനെ തിരിയണം എന്നുണ്ടെങ്കിൽ അത്ര സൂക്ഷ്മതയോട് കൂടെ ആത്മാർത്ഥമായിട്ട്, തെറ്റൊക്കെ മനസ്സിലാക്കാൻ പറ്റൂല, അതിനൊക്കെ തോപ ചൊല്ലി മടങ്ങി ഈ പ്രസ്ഥാനത്തിന് കൂടെ ഇങ്ങനെ നടന്നു പോകണം. അത് വല്ലാത്ത റാഹത്താണ്. അത് രാഷ്ട്രീയം തലക്ക് കയറാൻ തിരിയൂലത്.